വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിനേക്കാൾ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ജയിൽ നോമിനേഷൻ നടത്തിയില്ല എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. കാരണം പോവാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ പ്രിയപുത്രന്മാരായതുകൊണ്ടാണോ അവിടെ ജയിൽ നോമിനേഷൻ നടത്താത്തത് എന്ന് എല്ലാവരും ചോദിച്ച കാരണമാണ്. പക്ഷേ ഇപ്പൊ ലാലേട്ടൻ ജയിലിലേക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരേ പേരുകളാണ്, അക്ബറിന്റെയും നെവിന്റെയും. അപ്പോ ലാലേട്ടൻ പോയതിനു ശേഷം രണ്ടുപേരെയും ജയിലിലേക്ക് ഇടുന്നു, ജയിലിലേക്ക് കൊണ്ടുവിടാൻ പറയുന്നു. അതിനുശേഷം കുറച്ച് സമയം, വെറും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ജയിൽ നോമിനേഷന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, അവരെ പുറത്തേക്ക് ഇറക്കാനായിട്ട് പറയുന്നു. അല്ല, അവർക്ക് എന്താ ശിക്ഷയൊന്നും കൊടുക്കുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുന്ന പരിപാടിയില്ലേ? അതൊന്നും ഇല്ലാതെ അവർ രണ്ടുപേരെ എന്തിനാണ് പുറത്തേക്ക് ഇറക്കിയത്? അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, ഞങ്ങൾ ആരെയും പ്രത്യേകിച്ച് കൺസിഡർ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ആരോടും ഫേവറിസം ഇല്ല എന്നൊക്കെ പറയുന്ന ബിഗ് ബോസേ, ഇവിടെ ഞങ്ങൾ ആ ഫേവറിസം കണ്ടല്ലോ. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് ആ രണ്ട് വ്യക്തികൾ പോയി വെറും മണിക്കൂർ, എത്ര മണിക്കൂറാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, വെറും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവര് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, അവർക്ക് ഒരു പണി കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇനി ഫേവറിസം ഇല്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വരല്ലേ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴും ഞങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ ആര്യനെ പറഞ്ഞു വിട്ടു. ആര്യന്റെ ഭാഗത്ത് ഒരുപാട് ഫോൾട്ട് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സാബുമേൻ എന്തിനാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പറയുന്ന സാബു അവിടെ നിൽക്കുന്ന സമയത്ത് ആര്യൻ പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ ആര്യനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടെന്നും വിചാരിക്കേണ്ട. ആര്യന്റെ ടാസ്ക് കളിക്കാനുള്ള കഴിവ് എനിക്ക് എന്തായാലും അഭിനന്ദിച്ചേ പറ്റൂ. ആര്യൻ നന്നായി ടാസ്ക് കളിക്കും, അതുപോലെ തന്നെ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ലാലേട്ടൻ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് ഓരോ മത്സരാർത്ഥികളുടെയും കണ്ടന്റ് കാണിക്കും. അവിടെ കണ്ടന്റ് കാണിക്കുന്ന സമയത്ത് ഇപ്പൊ ആര്യനൊക്കെ ഇഷ്ടപ്രകാരം കണ്ടന്റ് അവിടെ കാണിക്കാനുണ്ട്. ഈ സാബുക്ക് ഔട്ടായി പോകുമ്പോൾ സാബുനൊക്കെ എന്ത് കണ്ടന്റ് കാണിക്കാനുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കണ്ടന്റും ഇല്ലാത്ത, ഒരു നിലപാടുമില്ലാത്ത വെറും ഒരു ബസ് സ്റ്റാൻഡ്, അതായത് ഒരു കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് ഇല്ല, ഒരു ബസ് സ്റ്റാൻഡ്, അങ്ങനെയുള്ള ഒരു വ്യക്തിനെ അവിടെ നിർത്തുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് തോന്നിയില്ല. വെറും ഒരു എളിമ്പിനായിട്ട് ലാലേട്ടന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുമെന്നല്ലാതെ ചോദിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയോ നിലപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെട്ട് സംസാരിക്കാനോ ഒന്നിനും കഴിവില്ലാത്തൊരു വ്യക്തി എന്തിനോ വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട്, ഒരു യോഗ്യതയും ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു യോഗ്യത ഇല്ലാത്തൊരു മത്സരാർത്ഥിനെ അവിടെ കൊണ്ടുവന്നിടുന്നത്? മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കുറെ കലിപ്പുണ്ടായിരിക്കാം, ദേഷ്യം ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ നെവിനോടാണെങ്കിലും അക്ബറിനോടാണെങ്കിലും അനുമോളോടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരവിടെ എന്തെങ്കിലും കണ്ടന്റ് തരുന്നുണ്ട്. ഈ വ്യക്തി ആ വീട്ടിൽ എന്തിനാണെന്ന് പോലും അറിയില്ല. ലാലേട്ടൻ പോലും വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ സാബുവിന്റെ അടുത്ത് വല്ലതും ചോദിക്കുമ്പോൾ ലാലേട്ടൻ മുഖത്തൊരു കളിയാക്കി ചിരിയാണ്. കാരണം എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു ജാതി വർത്താനം അവിടെ നിന്ന് പറയുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം അക്ബർ സംസാരിക്കുന്നുണ്ട്, നീയെങ്കിലും എന്നോട് സംസാരിച്ചോളോട്ടെ, ഞാനിപ്പോ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് അയ്യോ, ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരിക്കൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. പിന്നെ അവർക്ക് നിങ്ങളോട് ഭയങ്കര വെറുപ്പാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അതായത് ഓരോരുത്തരടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഓരോ നിലപാട് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു തരത്തിലും ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു വ്യക്തി. അതിനെടുത്ത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പുറത്ത് കളയി ദയവ് ചെയ്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരും അതിന് ഊട്ടിയല്ലേ? കാരണം ഇത് സീസൺ 6 എന്താ പറയാ, ടോപ്പ് 5 ടോപ്പ് 6 എന്ന് പറയുന്ന സംഭവമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കാനായിട്ട് ഒരു യോഗ്യതയില്ലാത്തൊരു മത്സരാർത്ഥി ഇപ്പൊ നിലവിൽ അവിടെയുള്ളത് ഈ പറയുന്ന സാബുമാനാണ്. പിന്നെ നമ്മുടെ അനുമോള് ഇന്ന് വളരെ ധൈര്യത്തോടു കൂടി ലാലേട്ടന്റെ മുന്നിൽ സംസാരിക്കുന്നുണ്ട്. അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് പതറുന്ന അനുമോള് ഇന്നലെ പോലും അത്ര നന്നായിട്ട് എനിക്ക് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ലാലേട്ടന്റെ മുന്നിൽ നിന്ന് ആ ഫുഡിന്റെ വിഷയമാണെങ്കിലും അവരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നന്നായി ധൈര്യത്തോടു കൂടിയിട്ട് ലാലേട്ടന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. നൂറാനെയാണ് പുതിയ വീക്കിലെ, അതായത് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആയിട്ട് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തത് നമ്മുടെ നെവിനെയും ആര്യനെയായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇതുവരെ ക്യാപ്റ്റൻ ആവാത്തതും പിന്നെ ടിക്കറ്റ് ഫിനാലെ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന നൂറയാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ നമ്മുടെ ആരാണ് പുറത്തു പോകേണ്ടതെന്ന് ആ ഒരു സമയത്ത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ആരെ സേവ് ചെയ്യണം എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു പേരുണ്ട്, ആര്യൻ 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 എന്ന്. അപ്പൊ ലാലേട്ടൻ പറയും, ആര്യൻ അവിടെ മാറ്റി വെക്കി, എന്നിട്ട് ബാക്കിയുള്ളവരിൽ ഒരാളെ സെലക്ട് ചെയ്യേ എന്ന് ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ആര്യൻ നല്ല ആക്റ്റീവാണ്, ആര്യൻ ടാസ്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണെന്ന്. അപ്പൊ അങ്ങനെ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഇന്ന് ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങിയത്. അവിടെ പടി ഇറങ്ങി ലാലേട്ടൻ അടുത്ത് ചെന്ന സമയത്ത് ലാലേട്ടൻ്റെ ഒരു പറച്ചിലുണ്ടായിരുന്നു, വെൽ പ്ലേഡ് എന്ന് പറഞ്ഞിട്ട്.
അതായത് ആര്യന്റെ അടുത്ത്. ശരിയാണ്, സംഭവം ശരിയാണ്. ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും അവിടെ നന്നായി ഒരു ഗെയിം കളിച്ചാൽ അല്ലെങ്കിൽ ടാസ്ക് കളിച്ചാൽ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആര്യൻ. അതുകൊണ്ട് ആര്യൻ പോകുന്ന സമയത്ത് ലാലേട്ടൻ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടോ ഒരു പ്രത്യേക സ്നേഹമല്ലേ എന്നെനിക്ക് തോന്നാതിരുന്നില്ല. ഇത്രയും സ്നേഹം ബാക്കിയുള്ള ആരുടെ അടുത്ത് കാണിക്കുന്നതായിട്ടും തോന്നിയിട്ടില്ല. അവിടെ ഒരു ഒത്തിരി സ്നേഹം കൂടുതലില്ലേ ലാലേട്ടനെ എന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. പിന്നെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ശത്രുക്കളായി മാറിയെന്ന്. അത് അക്ബറിന്റെ ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. അക്ബർ അങ്ങനെയാണ് ആ വീട്ടിലെ എല്ലാവരോടും പെരുമാറുന്നത്. അക്ബറിനെ വേണ്ടപ്പെട്ടവരെ അക്ബർ കൂടെ നിർത്തും, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. പക്ഷേ അക്ബറിന് ഒരാൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അക്ബർ അവർക്കെതിരെ ബാക്കിയുള്ളവരെ മുഴുവൻ അവിടെ സ്ക്രൂ കയറ്റി അഴിച്ചുവിടും. അതുകൊണ്ട് തന്നെയാണ് അക്ബറിനെ ആ വീട്ടിലെ ബാക്കി എല്ലാവരും ശത്രുക്കളായിട്ട് മാറുന്നത്. ഇപ്പൊ ഷാനവാസ് അവിടെ തല കറങ്ങി വീണാൽ, അതായത് വേദന വന്ന് വീണ സമയത്ത് പോലും അവിടെ അക്ബറിനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അക്ബർ അവിടെ ഡ്രാമയാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള അക്ബറിനോട് അവർക്ക് കലിപ്പ് തോന്നിയിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് അക്ബറിന്റെ കയ്യിലിരിപ്പോട്ട് തന്നെയാണ് മോനെ അക്ബറെ. അത് മോൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. പിന്നെ നമ്മുടെ നെവിനെ കൊടുത്ത ശിക്ഷ, അതൊരു ശിക്ഷയാണോ മക്കളെ? നെവിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയാണെന്നാണ് നെവിൻ പറയുന്നത്. കാരണം നെവിൻ പണപ്പെട്ടി എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നെവിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നെവിൻ അവിടെ ടോപ്പ് 6 വരണം എന്ന് ബിഗ് ബോസ് തീരുമാനിച്ച തീരുമാനമാണോ, അതുകൊണ്ടാണോ പണപ്പെട്ടി എടുക്കരുത് എന്നൊരു ഇത് വെച്ചതെന്ന് എനിക്ക് സംശയം തോന്നി. കാരണം ഇനിയിപ്പോ സാബുമാനും ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വീക്കിന്റെ ഈ പണപ്പെട്ടി വരുന്ന സമയത്ത് ആദിലയോ ഒക്കെ ആയിരിക്കും എടുക്കാനുള്ള ചാൻസ്. സാബു എടുക്കില്ല, പണപ്പെട്ടി എടുക്കില്ല കേട്ടോ സാബു. എനിക്ക് എൻ്റെ ഇതിൽ അതിന് വോട്ട് ചെയ്യാതെ എങ്ങനെയും പുറത്താക്കണം എന്നാണ് ഞാൻ സാബുവിന്റെ വിഷയത്തിൽ പറയുന്നത്. പക്ഷെ പണപ്പെട്ടി എടുക്കുന്ന വിഷയത്തിൽ വരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ട് പോകുന്നത് അനുമോൾ എടുക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പൊ ഷാനവാസും അനീഷും ഒന്നും എടുക്കാനുള്ള ചാൻസ് ഇല്ല. അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഒരു 10-20 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ ലാലേട്ടാ എന്നുള്ള രീതിയിൽ അനു സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മോളെ, വെറുതെ ആവശ്യമില്ലാതെ പണപ്പൊട്ടിയൊന്നും എടുത്തേക്കരുത് എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ആര് വിജയിക്കും എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ പ്രേക്ഷകർക്ക് ഉണ്ട്. എന്നിരുന്നാൽ പോലും പണപ്പെട്ടിയും കൊണ്ട് അനു പോണ്ട എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷെ അനുവിന്റെ സംസാരം കേട്ട സമയത്ത് അനുവിനെ കിട്ടിയാൽ കുഴപ്പമില്ല, എടുത്തോണ്ട് പോവാം എന്നുള്ള രീതിയിൽ അനു സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു ഡൗട്ട്, ഇനി എങ്ങാനും ആ കൊച്ചു പണപ്പെട്ടി എടുത്തോണ്ട് പോവോ എന്നൊരു സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നെവിൻ എന്തായാലും ആ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്നൊരു റൂളാണ്, അല്ലെങ്കിൽ ആ ഒരു ശിക്ഷയാണ് അവിടെ ലാലേട്ടൻ കൊടുത്തത്. അത് ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണോ നെവിനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതായത് ടോപ്പ് 6 നെവിൻ വരാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തൊരു ശാപമാണോ അതെന്ന് എനിക്ക് തോന്നിപ്പോയി അവിടെ നെവിന്റെ കാര്യത്തില്. പിന്നെ നമ്മുടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇവർ വീണ്ടും അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ബറും അതുപോലെ തന്നെ ആര്യനാണെന്ന് തോന്നുന്നു. രണ്ടുപേരും അനീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. അതായത് സ്വന്തം കുറ്റങ്ങളും സ്വന്തം കുറവുകളും മനസ്സിലാക്കിയിട്ട് വേണ്ട മറ്റുള്ളവരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട്. അനീഷിനൊക്കെ എന്ത് കാരണത്തിനാണ് വീണ്ടും അവർ ജയിലിലേക്ക് നോമിനേഷൻ പറഞ്ഞത്? അതായത് അനുമോളും മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന തെറ്റുകൾ അനീഷേട്ടൻ കണ്ടില്ല എന്ന് നടിച്ചു, അതുകൊണ്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരും കണ്ടില്ല എന്ന് നടിച്ചിട്ടില്ലേ? അപ്പൊ പിന്നെ അവരാരെങ്കിലും നോമിനേറ്റ് ചെയ്തൂടെ? അവിടെ അനീഷിനെ വീണ്ടും വീണ്ടും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി പോയിട്ടോ. എന്തെങ്കിലും ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ട്. വെറുതെ ഒരു ആവശ്യമില്ലാതെ അനീഷിനെ കയറിയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കണ്ടു. നമ്മുടെ ഷാനവാസ് തിരിച്ചെത്തി. ഷാനവാസ് വളരെ ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് ഒന്ന് പറയുന്നുണ്ട്, എന്താണ് എനിക്ക് പെയിൻ വന്നതെന്നുള്ള ഒരു ഇതിൽ ചോദിക്കുന്ന സമയത്ത് ആ പാലിന്റെ ഇത് എൻ്റെ ഇവിടെ വന്ന് തട്ടിയപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പെയിൻ വരുന്നതായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ വീണത് എന്നാണ് ഷാനവാസ് പറയുന്നത്. അപ്പൊ നെവിൻ എന്ന് അവിടെ സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ സോറി പറയില്ല ഷോനവാസ് എന്നൊക്കെ വിളിച്ചിരുന്ന നെവിൻ എന്ന് അവിടെ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് സോറി പറയുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിന് ശേഷമാണ് ഷാനവാസ് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന്. ഷാനവാസിനെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ദേഹത്ത് തട്ടിയത്, എന്താണ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ അവിടെ ഷാനവാസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് അപ്പൊ ഇത് വന്ന് തട്ടിയ സമയത്താണ് പെയിൻ വന്നത് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നത്. അത് എത്രത്തോളം ഷാനവാസിനെ എഫക്ട് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഷാനവാസിന് ആ സമയത്താണ് വയ്യായിക വന്നത് എന്നാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും ഈ 2 ആഴ്ച ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് നന്നായിട്ട് ടാസ്കിലും ഗെയിമിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ വീക്ക് പണപ്പെട്ടി വരുമെന്നുള്ള കാര്യം ലാലേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആര് പണപ്പെട്ടി എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ചോദിച്ച സമയത്ത് എനിക്ക് തോന്നിയത് അത് അതിലും കൊണ്ട് പോകാനുള്ള ഒരു ചാൻസ് മാത്രം അവിടെ ഉള്ളൂ. ബാക്കി ആർക്കും, അനുമോൾക്കാണ് പിന്നത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത്. അനുമോളും എടുക്കുമോ എന്നൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ബാക്കി ആർക്കും പണപ്പെട്ടിയോട് വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. അക്ബറൊക്കെ പൈസയ്ക്ക് കുറെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മാക്സിമം ഈ വീട്ടിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അക്ബർ. കാരണം അക്ബറിന് അറിയാം അക്ബറിനെ അവിടെ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് അക്ബർ കുറവാണ്.
പിന്നെ നമ്മുടെ സാബു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് എന്തായാലും പണപ്പെട്ടി എടുക്കില്ല എന്ന് സാബു അവിടെ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് നമ്മുടെ ആര്യന്റെ അടുത്ത് ലാലേട്ടൻ എന്ത് ചോദിച്ചാലും ആര്യ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ലാലേട്ട എനിക്കറിയില്ല ലാലേട്ട എന്നൊരു ഡയലോഗ് ഉണ്ട് ആര്യന്റെ. അതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന സമയത്തും ലാലേട്ടൻ പല കാര്യങ്ങളും ചോദിക്കുന്ന സമയത്തും ഇത് തന്നെയാണ് അവിടെ ആര്യൻ എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആര്യനെ പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ആര്യൻ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായിട്ട് അഭിനയിക്കും. ലാലേട്ടൻ വരുന്ന സമയത്ത് ഭയങ്കര നന്മവരം കാണിക്കും. ഇന്ന് നെവിൻ അത് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജയിലിലേക്ക്. നെവിൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആര്യനെ കുറിച്ച് പറഞ്ഞത്. അതായത് എല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ അറിയാണ്ട്, അതായത് കാണിക്കാതെ എല്ലാ പാരയും വെക്കും, എല്ലാവർക്കും എതിരെ കളിക്കുകയും ചെയ്യും. എന്നിട്ട് അവരുടെ മുന്നിൽ ചെന്നിട്ട് ഭയങ്കര ഡീസന്റ് കുട്ടിയായിട്ട് അഭിനയിക്കും. ലാലേട്ടൻ വരുന്ന സമയത്തും അയ്യോ എനിക്കൊന്നും അറിയില്ല ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിനയം കാഴ്ചവെക്കും. ആ ഒരു അഭിനയത്തിന്റെ പുറത്ത് അത്ര നെഗറ്റീവ് ആര്യൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ജിസേലിന്റെ ടോപ്പിക്കും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ ആ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ആര്യൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നത്. പക്ഷെ എങ്ങനെ പോയാലും ഞാൻ വിചാരിക്കുന്നു ഈ സാബുമേനെ പോലെ ഒരു വ്യക്തി നിൽക്കുന്ന സമയത്ത് ആര്യൻ പോകേണ്ട ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ നെവിൻ വിചാരിച്ചത് നെവിൻ തന്നെ പുറത്തു പോകുന്നതാണ്. ആര്യൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ആരും പുറത്തു പോകുന്നത്. നെവിൻ സേവ്ഡ് എന്ന് പറഞ്ഞ വഴിക്ക് നെവിൻ ആകെ ഞെട്ടുന്നുണ്ട്. കാരണം നെവിൻ പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് ആര്യന്റെ പുറത്തുപോക്ക്. എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു, നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ആര്യൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും കയ്യിലിരിപ്പിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ ആര്യനെ പുറത്തു പോകേണ്ടി വന്നത്.